ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ SSLC എക്സാം എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇനി നിങ്ങൾക്ക് നമ്മുടെ ഹയർ സെക്കൻഡറിയിലോട്ട് വരുമ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഹ്യൂമാനിറ്റീസിന്റെ ഒരു ഓവറോൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പലരിൽ നിന്നും ഒരു എന്താ എടുക്കണ്ട എന്നൊക്കെയുള്ള ഒരു നിലപാടായിരിക്കാം ഇപ്പൊ പാരന്റ്സിന്റെ കയ്യിൽ നിന്നായാലും ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെയായാലും ഓവറോൾ കുറെ പേരെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കൂടി ഞാൻ പറയാണ്, എനിക്ക് പറയാനുള്ളത് ആദ്യമേ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് തോന്നുകയാണ്, മീൻസ് എന്നെ കൊണ്ട് പറ്റും, അതായത് എനിക്ക് പഠിക്കാൻ ഇതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഹ്യൂമാനിറ്റീസ് എടുത്ത് തന്നെ മുന്നോട്ട് പോവുക. മീൻസ് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരിക്കലും ഇതിൽ തോറ്റു പോവേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഓക്കെ, പക്ഷെ ഇഷ്ടപ്പെടാതെ നിങ്ങൾ ഇത് എടുക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിനുള്ള ഒരു ഇഷ്ടമുണ്ട്, മീൻസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഹ്യൂമാനിറ്റീസിനെ എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ഹ്യൂമാനിറ്റീസ് നമ്മൾ ഏതൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ഡൗട്ടാണ്, ഇനി നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ കരിയറിൽ ജോബ് കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും നല്ല ഓപ്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അല്ലെ. അപ്പോൾ നമ്മുടെ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ല നല്ല കരിയർ ഓപ്ഷൻസിലോട്ട് പോകാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യണമെന്നാണ് +2 ശേഷം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റും, പിന്നെ PG ചെയ്യാം, BEd ചെയ്യാം, ആ രീതിക്കൊക്കെ നിങ്ങൾക്ക് പോവാം. അതായത് ഒരു ടീച്ചിങ് ഫീൽഡിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും, കോളേജിൽ പ്രൊഫസർ ആയിട്ടോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലോ ഹൈസ്കൂളിലോ ഒക്കെ അല്ലെങ്കിൽ LP ആ ലെവലിൽ ടീച്ചിങ് പോസ്റ്റിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. വേറെ അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഏറ്റവും നമ്മുടെ ഒരു ഗ്ലാമറസ് ആയിട്ടൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UPSC കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, സിവിൽ സർവീസ് എക്സാമിന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സബ്ജക്ട് തന്നെ എടുക്കണം അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ UPSCയുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, ഹ്യൂമാനിറ്റീസിൽ വരുന്ന നമ്മൾ ഈ +1 +2 പഠിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിന്റെയൊക്കെ ഒരു എൻലാർജ്ഡ് വേർഷൻ തന്നെയാണ് UPSCയുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് എടുത്തെങ്കിൽ ഉറപ്പായിട്ടും UPSCയിലോട്ട് പോകുന്നവർക്ക്, മീൻസ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് നല്ലൊരു ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്, UPSCയിലോട്ട് പോകാൻ. ഓക്കെ, അപ്പൊ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻസ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമുണ്ട്, അത് വക്കീലാവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LLB കോഴ്സുകളൊക്കെ ചെയ്യാം. അതിന് എൻട്രൻസ് ഒക്കെ എഴുതേണ്ടി വരും +2 ശേഷം. ആ രീതിക്ക് നിങ്ങൾക്ക് ആ ഒരു അഡ്വക്കേറ്റ് ആ ഒരു ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ പോകാൻ പറ്റുന്നുണ്ട്, മീൻസ് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇതിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇപ്പൊ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ പൊളിറ്റിക്സിലാണ്, മീൻസ് പൊളിറ്റിക്കൽ സയൻസിലാണ് ഡിഗ്രി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പോസ്റ്റുകളിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഹിസ്റ്ററിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ജോബുകൾ ഉണ്ട്, അതിലോട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തും നമുക്ക്, മീൻസ് അങ്ങനെ ഒരു ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകാന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ PSC SSC എക്സാമുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. PSC എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സർക്കാർ നടത്തുന്ന പരീക്ഷകളാണ്. സോ അതിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും, അതിലൊന്നും വേറെ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ വരുന്നത് SSCയുടെ എക്സാമിനേഷൻസ് ആണ്. ഓക്കെ, SSC എന്ന് പറയുമ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളാണ്, കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകളാണ്. അതൊക്കെ നമുക്ക് എഴുതി അതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ജോലി വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് സ്വന്തമാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കരിയർ നഷ്ടമായി പോകും എന്നുള്ള പേടിയാൽ ഹ്യൂമാനിറ്റീസ് ഒന്നും എടുക്കാണ്ടിരിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത്, നമുക്ക് +1 +2 ഒക്കെ നമുക്ക് 6 വിഷയങ്ങളാണ് പഠിക്കേണ്ടി വരിക കേട്ടോ. ഇതിനകത്തുള്ള സബ്ജക്ട് ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞു തരാം. നമുക്ക് 6 വിഷയങ്ങളാണ് പഠിക്കാനായിട്ട് വരിക ടോട്ടല്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് ഇതിനകത്ത് പഠിക്കേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽസ് പറയാണ്. ഹിസ്റ്ററിയാണ്, മീൻസ് നിങ്ങൾ ഏത് സ്കൂളിൽ പോയാലും നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഒന്ന് ഹിസ്റ്ററി, ഓക്കെ, ഹിസ്റ്ററി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് എക്കണോമിക്സ് ഉണ്ട്.
ഓക്കെ. പിന്നെ 4ാമത്തെ വിഷയം എന്ന് പറയുമ്പോൾ പല സ്കൂളിലും പല രീതിക്കുള്ള വിഷയങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ. അതായത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ 3 വിഷയങ്ങൾ നമ്മൾ ഏത് സ്കൂളിൽ എടുത്താലും ഹ്യൂമാനിറ്റീസ് ബാച്ചിനകത്ത് നമ്മൾ എല്ലാവരും പഠിക്കേണ്ട വിഷയമാണ്. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. 4ാമത്തെ സബ്ജക്ട് വിഷയം എന്ന് പറയുന്നത് പല സ്കൂളുകളും പല രീതിയിൽ പല വിഷയങ്ങളായിരിക്കും ഉണ്ടാവുക. ചിലയിടത്ത് ജോഗ്രഫി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ചിലയിടത്ത് സോഷ്യോളജി ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലയിടത്ത് ഗാന്ധിയൻ സ്റ്റഡീസോ അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയോ അങ്ങനെയുള്ള എന്താണ് കാറ്റഗറീസ്, പല വിഷയങ്ങളായിരിക്കും പല സ്കൂളുകളിലും ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ ഏതാണെന്ന് നോക്കി വെച്ച് ആ രീതിക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ ഞാൻ പഠിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ 4ാമത്തെ വിഷയമായിട്ട് പഠിച്ചത് സോഷ്യോളജി ആയിരുന്നു. എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നത് സോഷ്യോളജി ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അത് വ്യത്യസ്തമായിട്ട് ഇരിക്കും 4ാമത്തെ വിഷയം എന്ന് പറയുമ്പോൾ. ഓക്കെ. അല്ലാണ്ട് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് എല്ലാവരും കമ്പൽസറി ആയിട്ട് ഹ്യൂമാനിറ്റീസിനകത്ത് പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഇനി 4 വിഷയങ്ങൾ പറഞ്ഞല്ലോ. ഇനി അടുത്ത 2 വിഷയങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് മീൻസ് രണ്ടും ലാംഗ്വേജ് പേപ്പറുകളാണ്. ഒന്ന് ഇംഗ്ലീഷ് ആണ്. ഓക്കെ. ഇംഗ്ലീഷ് നമുക്ക് എല്ലാവർക്കും കോമൺ ആണ്. സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും എല്ലാവർക്കും കോമൺ ആയിട്ട് ഉള്ള ഇംഗ്ലീഷ് തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജും മലയാളമോ ഹിന്ദിയോ ഉറുദുവോ സാൻസ്കൃതോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ അനുസരിച്ച്, അതും പല സ്കൂളുകളും പല രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ 6 വിഷയങ്ങളാണ് നമുക്ക് ഹ്യൂമാനിറ്റീസിനകത്ത് പഠിക്കാനായിട്ട് വരിക. പിന്നെ നമ്മൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ഒരു റിയൽ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കരിയർ റിലേറ്റഡ് അങ്ങനെയൊക്കെ നോക്കിയായിരുന്നു. പിന്നെ അടുത്തൊരു ഏറ്റവും വലിയൊരു കാര്യം, SSLC വരെ എന്ന് പറയുമ്പോൾ മാത്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താണ് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക്. ഓക്കെ. സോ അതുകൊണ്ട് ഇതിനകത്ത് മാത്സ് ഇല്ല, മാത്സ് എന്ന് പറഞ്ഞൊരു വിഷയം നമുക്ക് പഠിക്കാനില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ കൂടിയാണ് ആക്ച്വലി ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് അങ്ങനെ പേടിക്കാൻ മീൻസ് പേടിയുള്ളവർക്കാണെങ്കിൽ ഓക്കെ, ഉറപ്പായിട്ട് നമുക്ക് ഹ്യൂമാനിറ്റീസിനകത്ത് മാത്സ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ടൊന്നും സെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ മനസ്സിലാക്കുക, നമുക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഞാനൊരു വിഷയം പറഞ്ഞല്ലോ. ഓക്കെ. എക്കണോമിക്സിനകത്ത് നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള കണക്കുകളുണ്ട്. ഓക്കെ. ചെറിയ ചെറിയ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പക്ഷെ അത് ആരും നമ്മൾ എന്താണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൂടുതൽ നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. +1 കയറുമ്പോൾ ബേസിക് ആയിട്ടുള്ള കണക്കുകളാണ് ആ +1 എക്കണോമിക്സിനകത്ത് വരിക. +2 പോകുമ്പോൾ കുറച്ചുകൂടി ഒരു ടഫർ ലെവലിലോട്ട് പോകും ആ ഒരു എക്കണോമിക്സിനകത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ സയൻസുകാരൊക്കെ പഠിക്കുന്ന പോലെ അങ്ങനെ വലിയ വലിയ കണക്കുകളൊന്നും അല്ല നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടി വരിക. ഓക്കെ. എക്കണോമിക്സിനകത്ത് മാത്രമാണ് ആ ഒരു മാത്സിന്റെ കുറച്ച് കാര്യങ്ങൾക്ക് പോർഷൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മാത്സ് കംപ്ലീറ്റ്ലി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പ്രത്യേകിച്ച് വിഷയമായിട്ടൊന്നും പഠിക്കാനില്ല, അത് ശരിയാണ്. പക്ഷെ എക്കണോമിക്സ് നമ്മൾ എല്ലാ സ്കൂളുകളിലും ഹ്യൂമാനിറ്റീസിനകത്ത് എക്കണോമിക്സ് ഉണ്ടാവും. അപ്പൊ എക്കണോമിക്സിനകത്ത് നമുക്ക് കുറച്ച് കണക്കിന്റെ പോർഷൻസും കാര്യങ്ങളൊക്കെ +1 +2 ഒക്കെ അത്യാവശ്യം പഠിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. 10ലേത് പോലെ നമ്മൾ കണക്ക് എഴുതി കൂട്ടി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാൽക്കുലേറ്റർ നമുക്ക് എക്സാം ഹാളിൽ അലൗഡ് ആണ്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റർ വെച്ചൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ ബേസിക് ആയിട്ടുള്ള അഡിഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ എക്കണോമിക്സിനകത്ത് കണക്കുകളായിട്ട് വരുന്നുണ്ടാവുക, മാത്സ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഈ പ്രാക്ടിക്കൽ സെഷൻസോ അല്ലെങ്കിൽ ലാബോ റെക്കോർഡ്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഹ്യൂമാനിറ്റീസിനകത്ത് വരുന്നില്ല കേട്ടോ. ഓക്കെ. ജനറലി അങ്ങനെ വരുന്നില്ല. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ 4ാമത്തെ വിഷയം മീൻസ് ജോഗ്രഫി പഠിക്കുന്നവർക്കാണെങ്കിൽ ജോഗ്രഫിക്കകത്ത് പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ചില എക്സെപ്ഷൻസേ ഉള്ളൂ. അല്ലാണ്ട് ജനറലി നമുക്ക് ഇതിനകത്ത് വേറെ ലാബോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ആ മാർക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതി തന്നെയാണ് എടുക്കേണ്ടി വരിക. ഓക്കെ. ഓക്കെ. ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് മീൻസ് ഞാൻ ആക്ച്വലി എന്താണ് 2025 +2 കഴിഞ്ഞതായിരുന്നു. സോ ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ച് ഇറങ്ങിയ കുട്ടിയാണല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങൾ ഒരു കരിയർ ഓപ്ഷൻ കൂടി മുന്നിൽ കണ്ടേക്കുക കേട്ടോ. അതായത് ഈ +2 കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ കൂടി നിങ്ങൾക്ക് വേണം. ഓക്കെ. ഇപ്പൊ ഞാനെന്ന് പറയുമ്പോൾ ഇപ്പൊ ഡിഗ്രി ഞാൻ ചെയ്യുവാണ്. ഓക്കെ. അപ്പൊ എനിക്കിത് ആ ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ ഡിഗ്രി ചെയ്യും ഇതിന് ശേഷം എന്നുള്ള ഒരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഇപ്പോഴേ ഉണ്ടാവുക. ആ ഒരു പ്ലാൻ വെച്ചിട്ട് വേണം നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ പാരന്റ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇനി ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് പിന്നെ എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനൊരു ആൻസർ ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ പഠിക്കേണ്ട കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പഠനത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ എന്താണ്
നമ്മൾ വായിക്കാൻ റെഡിയാണോ എങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അതിപ്പോ പോയിന്റ്സ് ആയിട്ടും എസ്സേ ആയിട്ടും ഒക്കെ നമുക്ക് വായിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പഠിച്ചു വെക്കേണ്ട കാര്യമല്ല പറയുന്നത്. മീൻസ് നമ്മൾ കാണാപാഠം പഠിച്ചു വെക്കണം അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് കുറെ കാര്യങ്ങൾ വായിച്ച് എന്താണ് കണ്ടന്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. ആൻഡ് ഓൾസോ അതോടൊപ്പം തന്നെ നമ്മൾ അത്യാവശ്യം എക്സാം പേപ്പർ മീൻസ് ആൻസർ ഷീറ്റിൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ എഴുതി വെക്കാനും ഉണ്ട്. അതായത് അത്യാവശ്യം നമുക്ക് 8 മാർക്കിനും കാര്യങ്ങൾക്കൊക്കെ എസ്സേ ഒക്കെ ചോദിക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതാനും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വായിക്കാനും ആ എഴുതാനും ഉള്ള സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഹ്യൂമാനിറ്റീസ് എടുത്തോളൂ, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഓക്കെ, കാരണം പിന്നെ നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇതിന് നിങ്ങൾ ഇൻട്രസ്റ്റോട് കൂടി കുറച്ച് സമയം നിങ്ങളൊന്ന് ചെലവിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഓക്കെ, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാണ്ട് വന്നാൽ നമുക്ക് പാടായിട്ടൊക്കെ തോന്നും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മീൻസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, മീൻസ് അത് വായിക്കാനും എഴുതാനും ഒക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മാർക്കോടുകൂടി തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, വിജയിച്ച് ഇറങ്ങാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. കാരണം ഇനി നിങ്ങൾ +1 പോകുമ്പോഴും ഹ്യൂമാനിറ്റീസ് മീൻസ് ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ അത്രയും ഉറപ്പിച്ച് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം നിങ്ങൾക്ക് നേരത്തെ വീഡിയോസ് നോക്കിയാലേ അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ വീഡിയോസ് ഒക്കെ കുറെ ചെയ്തിട്ടുണ്ട്. അതായത് ക്ലാസ്സസ് ആയിട്ടും പല രീതിയിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ക്ലാസ്സസും നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഓരോ വിഷയങ്ങൾ എങ്ങനെ പഠിക്കാൻ, അങ്ങനെയുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനാബിൾ ആക്കി വെക്കുക. ഓക്കെ, പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനൊരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിനെ പറ്റിയിട്ടുള്ള കുറെ ഡീറ്റെയിൽസ് അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള കുറെ മീൻസ് ഒരു 5-6 വീഡിയോസ് അതിനകത്ത് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടും. സോ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക, നല്ലതായിരിക്കും. ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറെ കൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഓവറോൾ കുറെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യും ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇനി എന്താണ് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.